നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ഷീറ്റ് വില 250 തൊടുന്നു. വിദേശത്തും റബ്ബർ ക്ഷാമം. റബ്ബർ ഷീറ്റ് ആഭ്യന്തര വില റെക്കോർഡിലേക്ക്. ഇന്നലെ 1 കിലോ ഷീറ്റ് 248 രൂപ 50 പൈസയ്ക്ക് വരെ ഡീലർമാർ കർഷകരിൽ നിന്നും വാങ്ങി. ഡീലർമാർ ടയർ കമ്പനികൾക്ക് 250 രൂപയ്ക്ക് ചരക്ക് വിറ്റു. റബ്ബർ ബോർഡ് RSS 4 ഗ്രേഡിന് 243, ഗ്രേഡ് 3ന് 239 രൂപ നിരക്കിലാണ് ഇന്നലെ വില പ്രഖ്യാപിച്ചത്. മാർക്കറ്റിൽ ഷീറ്റിൻ്റെ ലഭ്യത കുറവും ഡിമാൻഡിൻ്റെ വർധനവുമുള്ളതിനാൽ ബോർഡ് വിലയേക്കാൾ ഉയർന്ന നിരക്കിൽ ചരക്ക് വാങ്ങാൻ ഡീലർമാർ തയ്യാറായി. വരും ദിവസങ്ങളിൽ വിലക്കുതിപ്പ് തുടരുമെന്നാണ് സൂചന. നടപ്പ് വാരം ഷീറ്റ് വില 250 രൂപയിലെത്തി സർവ്വകാല റെക്കോർഡിലെത്തുന്ന സാഹചര്യമാണ്. വിദേശ വില നിലവിൽ 261 രൂപയിലേക്ക് ഉയർന്നതിനാൽ ആഭ്യന്തര വിലയിൽ ഇടിവുണ്ടാകാനുള്ള സാഹചര്യമില്ല. ടയർ കമ്പനികൾക്ക് റബ്ബർ കാര്യമായി സ്റ്റോക്കുമില്ല. തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലും ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ട്. കടുത്ത വേനൽ തുടരുന്നതിനാൽ 1 മാസം കൂടി ഉൽപ്പാദനം നാമമാത്രമായിരിക്കും. വേനൽ മഴ നന്നായി ലഭിക്കാതെ കർഷകർ ടാപ്പിംഗ് പുനരാരംഭിക്കില്ല. ഷീറ്റിൻ്റെ തോതിൽ ക്രംബിനും ഒട്ടുപാലിനും വില മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലാറ്റക്സിന് ഇന്നലെ നേരിയ വില ഇടിവുണ്ടായി. അതേസമയം ഉൽപ്പാദനം കുറഞ്ഞതും സ്റ്റോക്ക് ഷീറ്റുകൾ ഇല്ലാത്തതും കാരണം കർഷകർക്ക് നിലവിലെ റെക്കോർഡ് വില വർധനവിലെ യാതൊരു നേട്ടവും ലഭിക്കുന്നില്ല. കൃഷിച്ചെലവുകൾ ഉയരുകയും വരുമാനം അനിശ്ചിതമാവുകയും ചെയ്ത സാഹചര്യത്തിൽ കർഷകർ കൂടുതൽ ബാധ്യതയിലാവുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവും ആഭ്യന്തര ഉൽപ്പാദന കുറവും കൊണ്ടാണ് നിലവിലെ വില മെച്ചത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. നിലവിലെ വില മെച്ചത്തിൻ്റെ നേട്ടം കഴിഞ്ഞ ആഴ്ചകളിൽ ഷീറ്റ് സ്റ്റോക്ക് ചെയ്ത ഇപ്പോഴത്തെ ഉയർന്ന നിരക്കിൽ വിൽക്കാൻ സാധിക്കുന്ന ഡീലർമാർക്ക് മാത്രമാണ്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ വില കിലോ 242 രൂപയിൽ നിന്നും 246 രൂപയായി. 5ാം ഗ്രേഡ് 242 രൂപയിൽ വ്യാപാരം നടന്നു. ജപ്പാനിൽ റബ്ബർ അവധി വില 2 വർഷത്തെ ഉയർന്ന നിലവാരമായ കിലോ 403 യെന്നിലേക്ക് കയറിയതിനൊപ്പം സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലും ഉൽപ്പന്നം മികവ് കാണിച്ചു. ബാങ്കോക്കിൽ റബ്ബർ കിലോ 261 രൂപയിലാണ്. കേരളം കടുത്ത കാർഷിക പ്രതിസന്ധിയിലേക്ക്. കനത്ത വേനലിൽ കാർഷിക കേരളം കടുത്ത പ്രതിസന്ധിയിലേക്ക്. 1 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും കനത്ത വരൾച്ചയെ ലോകം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന സൂചനയാണ് രാജ്യാന്തര കാലാവസ്ഥാ വിദഗ്ധരിൽ നിന്നുള്ളത്. എൽ നിനോ പ്രതിഭാസ ഫലമായി കൊടും ചൂടും വരൾച്ചയും ആഗോള കാർഷിക മേഖലയുടെ അടിത്തറയിൽ വിള്ളലുളവാക്കാം. ഹൈറേഞ്ചിൽ നമ്മുടെ ഏലത്തോട്ടങ്ങൾ പലതും ഉയർന്ന താപനിലയിൽ ഇതിനകം കരിഞ്ഞു തുടങ്ങി. തോട്ടങ്ങളിൽ ജലസേചന മാർഗങ്ങൾ ഒരുക്കുന്ന ശ്രമത്തിലാണ് കർഷകർ. ഒരു വശത്ത് പച്ച ഷീറ്റ് വിരിച്ച മുൻ വർഷങ്ങളിലെന്ന പോലെ ശരങ്ങൾക്ക് തണൽ പകരാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുന്നു. കാർഷിക മേഖലയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ഉയർന്ന വിലയ്ക്ക് ഏലക്ക സംഭരിക്കാൻ ആഭ്യന്തര വിദേശ ഇടപാടുകാർ ഇന്ന് ഉത്സാഹിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 6103 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 2608 രൂപയിൽ കൈമാറി. മൊത്തം 84,250 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് എത്തിയതിൽ 83,862 കിലോയും വിറ്റഴിഞ്ഞു. നാളികേര ഉൽപ്പന്നങ്ങൾക്ക് കനത്ത വില തകർച്ച. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 500 രൂപയും കൊപ്രയ്ക്ക് 200 രൂപയും ഇടിഞ്ഞു. അയൽ സംസ്ഥാനത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകൾ കൊച്ചി, കോഴിക്കോട്, തൃശൂർ മാർക്കറ്റുകളിൽ നാളികേര ഉൽപ്പന്ന വിലയെ ബാധിച്ചു. കൊച്ചിയിൽ എണ്ണയ്ക്കും കൊപ്രയ്ക്കും 100 രൂപ വീതം കുറഞ്ഞു. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.